എൻ്റെ ഒരു ബാച്ച്മേറ്റ് മരിച്ചു. ഇപ്പോൾ MBBS ബാച്ച്മേറ്റാണ്. ആൾ ഛത്തീസ്ഗഡിൽ ട്രൈബൽ പോപ്പുലേഷനെ സെർവ് ചെയ്യായിരുന്നു ഇത്രയും കാലം. MBBS കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ശരിക്കും MBBS കാരെ ആക്കുന്നത് എന്തിനാ അറിയോ? ഗവൺമെൻറ് ശരിക്കും അണ്ടർ പ്രിവിലേജ്ഡ് ആൾക്കാരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ശരിക്ക് നമ്മളൊക്കെ പോകേണ്ടത് ഇങ്ങനത്തെ ഡോക്ടർമാരില്ലാത്ത സ്ഥലങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഡോക്ടർ എന്താണെന്ന് കണ്ടിട്ടില്ല, സ്റ്റെതസ്കോപ്പ് കാണാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സ്ഥലത്ത് ജീവിച്ച് ഇത്രയും കാലം ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിരുന്നു മൂപ്പര. അവിടുത്തെ എല്ലാ പേഷ്യൻസിനും ഈ ഒരു ഡോക്ടർ ഈ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. അവരെന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ വരും. അയാൾ സിസേറിയൻ ചെയ്യും, അങ്ങോട്ട് ചെന്ന് ഓപ്പറേഷൻസൊക്കെ ചെയ്യും. പിന്നെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം, അയാൾ ഡയാലിസിസ് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു MBBS ഡോക്ടർക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണ മാതിരിയാണ് ശരിക്കും MBBS കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പലരും ചെയ്യൊന്നുമില്ല. അവർ PGക്ക് പോകും, അത് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യും. ഫൈനാൻഷ്യൽ ഗെയിൻസിന് അവൻ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. അവന് ശരിക്കും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്ടറായത്? ഇപ്പോൾ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ അവൻ്റെ ഫാമിലിയും ഇതൊക്കെ ആയിട്ട് അവിടെ പാമ്പും നക്സൽസും മാവോയിസ്റ്റും ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റും. അവന് പക്ഷേ അവരെ സെർവ് ചെയ്യണമായിരുന്നു സന്തോഷം. അവൻ്റെ സ്വന്തം പോപ്പുലേഷൻ. അവനെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് വിളിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പേഷ്യൻ്റ് സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വിളിച്ച് ചോദിക്കും. അങ്ങനെ എല്ലാ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരെയും വിളിച്ച് ചോദിക്കും. എന്നിട്ട് ഫൈനലി അവൻ ആ മുന്നിലിരിക്കുന്ന പേഷ്യൻ്റെ ഹെൽപ്പ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവൻ്റെ വൈഫും ഡോക്ടറാണ്. അവൻ്റെ വൈഫിൻ്റെ പേരൻസും ഡോക്ടേഴ്സാണ്. അവരും ഇവൻ്റെ ഈ സർവീസ് കണ്ടിട്ട് അവരും അവിടെ. എങ്ങനെയാണ് അവരുടെ സ്റ്റോറി എനിക്ക് ഫുള്ളായിട്ടൊന്നും അറിയില്ല. കുറേ കാലമായിട്ട് ഔട്ട് ഓഫ് ടച്ച് ആയിരുന്നു. ഇപ്പോൾ അടുത്തായിട്ടാണ് അവൻ വീണ്ടും നമ്മളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തത്. എന്നെ 2 ആഴ്ച മുന്നേ വിളിച്ചേയുള്ളൂ. ഒരു ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഡൻലി ചെസ്റ്റ് പെയിൻ വന്നു. ആൾ അപ്പോൾ തന്നെ കൊളാപ്സ് ചെയ്തു. സഡൻ കാർഡിയാക് ഡെത്ത്. എന്താ റീസൺ എന്നൊന്നും അറിയില്ല എല്ലാവരും. പക്ഷേ അത്രയും ഒരു ആ ആൾക്കാരുടെ വിഷമം, ഇങ്ങനെ ഒരു ഡോക്ടറെ ഇനി അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. എത്ര വിഷമം ഉണ്ടാവും അവർക്ക്. അവനെ കൊച്ചിയിൽ ഇപ്പോൾ കൊണ്ടുവരും, ഇന്ന് വൈകുന്നേരത്തേക്ക് കൊണ്ടുവരും. ഞാൻ പോകണമെന്നൊക്കെ വിചാരിക്കുന്നത്. എനിക്ക് പക്ഷേ അങ്ങനെ അവനെ കാണാൻ വയ്യ. അതാണ് എൻ്റെ മനസ്സിലിപ്പോൾ അവനെ പറ്റിയൊരു പിക്ചറുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ പറഞ്ഞിട്ട് പോകണില്ലെന്ന് വെച്ചിരിക്കുക.